റഷ്യ യുക്രൈൻ യുദ്ധത്തിനെതിരെ G20 സമ്മേളനത്തിൽ പ്രഖ്യാപനം. യുദ്ധത്തിന്റെ ദുരിതം പേർന്ന ജനങ്ങളോടൊപ്പമെന്നും പ്രമേയത്തിൽ പരാമർശം. G20 വേദിയിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുടങ്ങിയവരുമായി മോദി ചർച്ച നടത്തി. പട്ടിണിക്കും ദാരിദ്ര്യത്തിനും അസമത്വത്തിനുമെതിരായ പോരാട്ടത്തോടൊപ്പമാണ് G20 രാജ്യങ്ങളെന്ന പ്രഖ്യാപനമാണ് സമ്മേളനം നടത്തുന്നത്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ ചേർത്തു പിടിക്കേണ്ടത് അനിവാര്യമെന്ന നിലപാടും സമ്മേളനം പങ്കുവയ്ക്കുന്നു. സാമൂഹ്യ സാമ്പത്തിക പരിസ്ഥിതി രംഗത്ത് സുസ്ഥിര വികസനം ഉറപ്പാക്കുമെന്നും G20 പ്രഖ്യാപനം. യുദ്ധത്തിന്റെ ദുരന്തമനുഭവിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങളോടൊപ്പമാണ് G20 എന്നും അസന്നിഗ്ധമായി സമ്മേളനം പ്രഖ്യാപിച്ചു. Transformando o Rio de Janeiro na capital do mundo neste dia 18 de novembro, dia 19 de novembro. സമ്മേളനത്തിനെത്തിയ പ്രമുഖ ലോക നേതാക്കളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുടങ്ങിയവരുമായാണ് മോദി ചർച്ച നടത്തിയത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി S ജയശങ്കറും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുമായി പുതുക്കിയ വാണിജ്യ കരാറിന് താൽപ്പര്യമുണ്ടെന്ന് ബ്രിട്ടൻ അറിയിച്ചു. ആണവോർജ്ജം, സാങ്കേതികവിദ്യ, സുരക്ഷ, സൈനിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഫ്രാൻസുമായി മികച്ച ബന്ധം തുടരാനും ചർച്ചകളിൽ ധാരണയായി. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായുള്ള ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ കൂടിക്കാഴ്ചയിൽ അതിർത്തിയിലെ സേനാ പിന്മാറ്റവും ചർച്ചയായി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.